എപ്പോഴും കാമണിക്കൂർ ഫാസ്റ്റാ, അല്ലെങ്കിൽ സ്ലോ. അപ്പൊ കടലിക്ക് കൊണ്ടുവരായിരുന്നില്ലേ? ടൂൾസ് ഒക്കെ അവിടെ അല്ലേ? ഇനി അത് നന്നാക്കണ്ട. ഇപ്പൊ ഒരു 100 പ്രാവശ്യം നന്നാക്കണു. അത് ശരിയാവില്ല. ഇത് നല്ല വാച്ചാടി, പഴയ സീക്കോ. സാറില്ല, പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാ ഒരു പുതിയ വാച്ച് വാങ്ങിച്ചരാം. കീ കൊടുക്കുന്നത് വേണ്ട, ക്വാർട്സ് മതി, ഗോൾഡ് കളറ്. കോട്സ് ഒന്നും കേടായ നന്നാക്കാൻ പറ്റില്ല. ശരി, കോട്സ് എങ്കിൽ കോട്സ്. ഇപ്പൊ ഇത് കെട്ടിക്കോ ഒരു ഭംഗിക്ക്. നാളെ ഉച്ചയ്ക്ക് ഉണ്ടാൻ വിടുമ്പോ കടലിക്ക് കൊണ്ടുവന്നാ മതി, നന്നാക്കി തരാം. നേരെ ഇട്ടാ നീ പൊയ്ക്കോ. വേണ്ട വേണ്ട, ഇനി നാളെ. ഇടവഴിയിലൊക്കെ നല്ല ഇരുട്ടായിരിക്കും. ഇവിടെ ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നല്ലോ. എനിക്ക് മെഴുകുതിരൊന്നും വേണ്ട. ഇത്തിരി വെളിച്ചുണ്ടായാലും എന്താ കുഴപ്പം? ഏഴജാതിയിലുണ്ടാവും ഇടവഴിയിലേ. പോട്ടെ. സൂക്ഷിച്ചു പോയാൽ മതിട്ടോ. അപ്പോ മോളുടെ മിനിയമ്മോടെ ഒറ്റയ്ക്കായി പോവില്ലേ? വരട്ടെ, നമുക്ക് ആലോചിക്കാം. നല്ല അച്ഛൻ. അപ്പൊ ഞാനും മിനിച്ചേച്ചിയും അച്ഛനും മിനിയമ്മയും നമ്മളെല്ലാരും കൂടി ഇവിടെ എന്ത് രസമായിരിക്കും അച്ഛാ. ഈ ഉരുളും കൂടി മീനുണ്ട് എന്റെ ഉള്ളിൽ. ഇനി ഒരു ഉരുളയും കൂടെ ഉണ്ടാ വയനാറി. എരിയുണ്ട്, വെള്ളം കുടി. മോളെ ശ്രീകുട്ടി, മിനിയമ്മ കൈയും പായും കഴിയിട്ട് പോയാൽ മതി. മണിയേട്ട മിനിയോ അങ്ങോട്ട് വന്നല്ലോ. എപ്പോ? വിളക്ക് വെച്ചോടനെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടല്ലോ. എന്റെ ഈശ്വര, എന്നിട്ട് അങ്ങോട്ട് എത്തിയില്ലല്ലോ. എത്തിയില്ലേ? പിന്നെ എങ്ങോട്ടാ പോയേ? ഞാൻ വിചാരിച്ചു ഇവിടെ ശ്രീകുട്ടിയായിട്ട് വല്ല കഥയും പറഞ്ഞിരിക്കണ്ടാവുന്ന്. ഞാൻ എവിടെ പോയി അന്വേഷിക്കും? സരോജം, അവളാ വാര്യത്തോ മോമാരുടെ വീട്ടിലോ പോയിട്ടുണ്ടാവും, വല്ല പുസ്തകം വാങ്ങിക്കാനോ. അല്ലെങ്കിൽ എനിക്കറിയില്ല എന്റെ ഈശ്വര. സരോജം, നീ വിഷമിക്കാണ്ടിരിക്കേ, അവളിപ്പോ വീട്ടിലെത്തിണ്ടാവും. അങ്ങനെയൊന്നും എന്നോട് പറയാണ്ട് എങ്ങോട്ട് പോവില്ലേ അവള്? നീ കരയാണ്ടിരിക്കേ. ആരാടാ? ഗോപയാണോടാ? ആ കബീറ വന്നവിടെ നിന്നാ. സരോജനയുടെ മോള് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയതാ. അതറിയാമെങ്കിൽ പിന്നെ നീ ഇവിടെ അയ്യപ്പനോടും ആ ശാന്തിയോടും ഒന്ന് വേഗം വരാൻ പറയും. അല്ല വിദ്യാര, ഇനിയിപ്പോ വല്ല പ്രേമങ്ങാനും ഉണ്ടായിരുന്നു? അല്ല ഇപ്പോഴത്തെ കാലം. ഒന്ന് പോടോ കാലം. സരോജൻ, നീ ഒന്ന് സമാധാനിക്കേ, അവൾക്കൊന്നും ഉണ്ടാവില്ല. അയ്യപ്പനല്ലേ? അതെ. വിവരം വല്ലതുണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് വഴിക്കാ? ഞങ്ങൾ പുഴയിലേക്കൊന്ന് ഇറങ്ങാം. നിങ്ങൾ ആ വഴി പോകുമ്പോ അമ്പലക്കുളത്തിലൊന്ന് ഇറങ്ങി നോക്കിക്കോട്ടോ. ഓ നിങ്ങൾ ബേജാറാവണ്ടിരി. എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല.
അച്ഛനെ തേടി അവള് പോയെന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും നേരം വെളുത്തിട്ടൊന്ന് പോയി അന്വേഷിച്ചു നോക്കാം. അതിനിപ്പോ അയാൾ ഉണ്ടോ ഇല്ലേ എവിടെയാന്ന് ആർക്കറിയാ? എന്തെങ്കിലും വിവരം കിട്ടിയോ? എവിടെ? സരോജിനിയോ? വീട്ടിലേക്ക് പോയി. ഒറ്റയ്ക്കാ? നമ്മുടെ കാർത്തിയാനിയും മൊയ്മദാരിയുടെ ഉമ്മയൊക്കെ കൂടെയുണ്ട്. അവളുടെ നിലവിളി കണ്ടിട്ട് സഹിക്കണില്ല. ഇനിയിപ്പോ തിരക്കാൻ ഒരിടമില്ല. എനിക്ക് തോന്നുന്നത് ഒന്നാലും അവള് സ്വന്തം ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട്. മണിയേട്ടാ, ഹാ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. മണിയേട്ടൻ പോയിന്ന് കിടന്നേൻ, ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും നേരം വെളുക്കും. പിന്നെ അവൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. മിഞ്ചേച്ചി കണ്ടില്ല അച്ഛാ? മോള് കിടന്നോ? അച്ഛാ, മിനിയമ്മല്ലേ? മിനിക്കുട്ടി, മിനിക്കുട്ടി, അച്ഛ മോളെ, നീ എവിടെ മോളെ? മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ, ഒന്ന് വരണ്ട. നീ വാ മോളെ. അച്ഛാ, ചെലപ്പോ ആ രാക്ഷസൻ മിഞ്ചേച്ചി കൊന്നുണ്ടാവോ? മോളെ, അച്ഛനവിടെ? എണീറ്റിട്ടില്ല. മണിയേട്ടാ, മണിയേട്ടാ. ആരാ ആരാ? എന്തായി മണിയേട്ടാ, ഇനി അവക്കെന്താ പറ്റി? പോയി മണിയേട്ടാ. അവളെ കൊന്നു. ആരാണ്ടൊക്കെ ചേർന്ന് അവളെ കൊന്നു. ഇന്നലെ മൂപ്പരുടെ വീട്ടിൽ നിന്നാ പോയത്. ആരെങ്കിലും കയറി നോക്കിയോ? അയ്യപ്പൻ കയറി നോക്കി. സരോജിനിയുടെ മോള് തന്നെയാണോ? പാവാട നായ്ക്കള് കടിച്ചു വലിക്കണ ഞാൻ നോക്കിയേ. ചുണ്ടൊക്കെ കടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. നായയാണോ മനുഷ്യനാണോ? സരോജിനി വിവരം അറിയിച്ചോ? ഇല്ല, എനിക്ക് വയ്യ. പാവാട നായ്ക്കള് കടിച്ചു വലിക്കണ ഞാനും കണ്ടു. പക്ഷെ സംഗതി അറിയില്ലല്ലോ. കഷ്ടം, 10-15 വയസ്സല്ലേ ഉള്ളൂ. മണി പോലീസ് വന്നിട്ട് കയറിയാ മതി. മണി, മണി,
വടി കൊണ്ടുവന്നു. നീ എന്താ അങ്ങോട്ട് വരാത്തെ? ഇതെന്ത് ഇരിപ്പാടായി ഇരിക്കണേ? അധിക നേരം വെച്ച് താമസിപ്പിക്കണില്ല, ഉടനെ മറവ് ചെയ്യും. അതിനു മുമ്പ് ഒന്ന് കാണണ്ടേ നിനക്ക്? മണി, വേണ്ട ബാലട, എനിക്ക് കാണണ്ട. ഇന്നലെ നേരത്തെ എന്നോട് ചിരിച്ച് വർത്താനം പറഞ്ഞു. എന്റെ കണ്ണിലുണ്ട്, അത് മതി. എനിക്ക് കാണണ്ട, വേണ്ട. നിങ്ങൾ പൊയ്ക്കോ, അവിടെ ആൾക്കാരുണ്ടാവില്ല. ചെല്ല്. എന്നെയും കൊല്ലുവച്ച രാക്ഷസൻ.